എത്ര ഹീനമായ രീതിയിലാണ് എൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ, ഞാൻ താമസിക്കുന്ന വീടിന് നേരെ കൊണ്ടുവന്ന് റീത്ത് വെക്കുക. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടമിടിഞ്ഞ് വീണപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു. അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട, എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അന്നൊന്നും വേണ്ടിയില്ല. ഈ ആ കെട്ടിടം 2012 ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധം ഇവർ നടത്തിയോ? അന്ന് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും ആക്രമണവും അതിക്രമവും നടത്താൻ ഇവർ ശ്രമിച്ചില്ലേ? അപ്പോൾ അവരുടെ ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവർ ആക്രമണം നടത്തിയോ? അല്ലെങ്കിൽ ഇവർ റീത്ത് വെച്ചോ? ഇവർ ശവപ്പെട്ടിയുമായിട്ട് പോയോ? ആ കെട്ടിടം 2012 പണിതതാണെന്ന് കോട്ടയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിലൊന്നും ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. കാരണം ഒരു പാവപ്പെട്ട വീട്ടമ്മ മരണപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ ഒരു അക്ഷരം ആ ഘട്ടത്തിൽ മിണ്ടിയില്ല. പക്ഷേ ഈ ശവപ്പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൊട്ടടുത്ത് ക്യാൻസർ ബാധിച്ച ഒരു സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ടിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്. അവിടെ അവർ വാസ്തവത്തിൽ ആശങ്കപ്പെട്ടു. കാരണം അവിടെ ഒരു മരണ വീടാണ്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ശവപ്പെട്ടി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. ഇവരുടെ കാലത്ത് പത്തനംതിട്ടയിൽ ഒരു സ്റ്റേഡിയം 3 തവണ കല്ലിട്ടിട്ടുണ്ട്. ഗവർണർമാർ വന്ന് കല്ലിട്ടതാണ്. കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് ഓരോ ലോക്സഭാ ഇലക്ഷൻ അടുക്കും തോറും ഇവിടെ വന്ന് കല്ലിടും. എന്നിട്ട് പറയും ഇൻഡോർ സ്റ്റേഡിയം വരാൻ പോകുന്നു. ആ കല്ലിന് മുകളിൽ രണ്ടാമതൊരു കല്ല് വെക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് കാട് വളർന്നു നിൽക്കുന്നത്. എവിടെ അവരുടെ ഇൻഡോർ സ്റ്റേഡിയം? ഒന്ന് കാണിച്ചു തരാമോ? ഈ പ്രതിഷേധവുമായിട്ട് വരുന്നവർ ഒന്ന് കാണിച്ചു തരാമോ? ഇവരുടെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി തുടയെല്ല് പോയിട്ട് സങ്കീർണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇവരുടെ കാലത്ത് കരൾ മാറ്റിവെക്ക ശസ്ത്രക്രിയ ശ്രമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഒരു സൗകര്യവുമില്ലാതെ രോഗി നിർഭാഗ്യകരമായി മരണപ്പെടുന്നു പോയ സാഹചര്യമുണ്ടായി. ഇവരുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഇത്ര വലിയ തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്തിയത് ഇടതുപക്ഷമാണ്. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്.